നമസ്തേ. ദ വീൽ ഓഫ് ഫോർച്യൂൺ 7-7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ഈ ഒരു ടൈമിലുള്ള നിങ്ങളെക്കുറിച്ചിട്ടുള്ള തോട്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. റീഡിങ്സ് ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തുടങ്ങുന്നുണ്ടാവും. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, വീഡിയോ പോസ് ചെയ്യുക. ഫേസ്റ്റിൽ തന്നെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, 3 times അവരുടെ നെയിം പറയുക. ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക, ഒരു 2 seconds ഹോൾഡ് ചെയ്യുക, ദെൻ റിലീസ് ചെയ്യുക. വീണ്ടും ഇതുപോലെ 3 times ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് റീഡിങ് കാണുക കേട്ടോ. അത് മസ്റ്റായിട്ടും ചെയ്യണം. നിങ്ങളുടെ ആ ഒരു ഓൾഡ് എനർജീസിനെ ക്ലിയർ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ. അല്ലാതെ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരു തോട്ട്സ് ഉണ്ടല്ലോ ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട്, അത് കാർഡ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് റീഡിങ് എന്താണോ അത് കിട്ടുന്നുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക, അതിനുശേഷം വേണം നിങ്ങൾ റീഡിങ്സ് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കാണുന്ന ആളുകളിൽ ചിലരൊക്കെ ടാരോട്ട് കാർഡ് റീഡേഴ്സാണ്. നിങ്ങൾ ടാരോട്ട് കാർഡ് റീഡിങ് ചെയ്യുന്നുണ്ടാവും, അല്ല നിങ്ങൾ ഹീലറായിരിക്കാം, അല്ല നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കാം. എനിക്കെന്തോ അങ്ങനെ ഒരു എനർജി സെൻസ് ചെയ്തു. ഐ തിങ്ക് ഈ ഒരു പ്രസൻറ്റ് എനർജി നിങ്ങളുടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ്, സറണ്ടർ ചെയ്തിരിക്കുകയാണ് യൂണിവേഴ്സിന് അല്ലെങ്കിൽ ഡിവൈന്. യെസ്, നിങ്ങൾക്ക് ഈ ഒരു സറണ്ടറിങ് എനർജി അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റിംഗ് ഗോ ചെയ്തിരിക്കുന്ന ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ലോ എനർജി തന്നെയാണ്. ലോണിനെസ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൽ നിങ്ങൾക്ക് പെയിനുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ ഒരു കണക്ഷനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു കാര്യത്തെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിവിടെ ലെറ്റ് ഗോ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ലൈക്ക് നിങ്ങൾ ഈ ഒരു റിലേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു, നിങ്ങൾ എഫേർട്ട് എടുത്തു. ബട്ട് നിങ്ങൾക്ക് ഒരു ഇന്നർ വോയിസ് ഈ പ്രസൻറ്റ് ടൈമിൽ വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക് അല്ലെങ്കിൽ ഇറ്റ്സ് ടൈം ടു സറണ്ടർ. ഈ ഒരു ടൈം എനിക്ക് സറണ്ടർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈമാണ്. ഈ ഒരു കണക്ഷനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യാനായിട്ടുള്ള ഒരു സമയമാണ്. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കാനുള്ള ഒരു സമയമാണ്. അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്കെന്താണ് വേണ്ടത് എന്ന് അറിയേണ്ട, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്താണോ ആ ഒരു കാര്യത്തിന് എനിക്കെന്താണ് ശരിക്കും ഇതിൽ വേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങളിതിലേക്ക് ആഴ്ന്നിറങ്ങാനായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളിത് ആഴത്തിൽ ഇതിനെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ആ ഒരു എനർജീസ് എനിക്കിവിടെ നിങ്ങളിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സൈൻസ് നോക്കുവാണെങ്കിൽ നിങ്ങൾ മേ ബി ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് എനർജീസ് ആവും, വാട്ടർ സൈൻ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ടോറസ്, വെർഗോ ആൻഡ് കാപ്രിക്കോൺ എനർജീസ് ആവാനായിട്ടുള്ള ചാൻസസും എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ടോട്ടലി എന്താ പറയുക, സറണ്ടറിങ്ങിൻ്റെ കാർഡ് നമ്മൾ പറയുന്നത് എന്താണ്, ലൈക്ക് സറണ്ടർ ചെയ്യുക മീൻസ് യൂണിവേഴ്സിനെ സമർപ്പിക്കുക. യൂണിവേഴ്സ് നിങ്ങൾ ഈ ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു കണക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ്, ഇത് ശരിക്കും ഡിവൈൻലി ഗൈഡഡ് ആയിട്ടുള്ളൊരു കണക്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും ഇത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന രീതിക്കായിരിക്കും ഈ ഒരു കണക്ഷനെ കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല എന്നുള്ളൊരു റിയലൈസേഷനിലേക്ക് നിങ്ങൾ ഈ ഒരു ടൈമിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു കണക്ഷനെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക്നെസ് ആണ്. ഒരു ഇരുളിൽ നിന്ന് ഒരു വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിൽ ഈ ഒരു ലെറ്റിംഗ് ഗോ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻ ആവാം. അതിൽ നിങ്ങൾക്കതിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് മൊത്തം ഒരു നെഗറ്റിവിറ്റി ആയിരിക്കാം. നിങ്ങൾ ഈ ഒരു ടൈമിൽ അതിനെ എന്തുകൊണ്ട് ഞാൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ്സിൽ നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് ഈ ഒരു ടൈമിൽ. ഓക്കെ, സോ എനിക്ക് അതാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുള്ളത് ഈ ഒരു ടൈമിൽ. ഓക്കെ, യെസ്, ഇവിടെ 9 നമ്പർ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. യെസ്, ലൈക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ട് അറിയായിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളെന്താണ് ഭയങ്കരമായിട്ടും
നിങ്ങൾ, എനിക്കറിയില്ല, നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ യൂണിവേഴ്സിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നുമല്ലാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാവാം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനെ അല്ലെങ്കിൽ ഈ ഒരു ജോബിനെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിനെ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളതിൽ സാഡാണ്, പക്ഷെ നിങ്ങൾ ഹോൾഡ് ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടൈമിൽ ഞാനിതിനെ എന്താ പറയുക, ഇതിനെ നിങ്ങളൊരു ന്യൂ ഡയമെൻഷനിൽ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്യുന്നുള്ളത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഈ ഒരു എനർജി വളരെ ഇൻറ്റൻസ് ആയിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുകയാണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ചെക്ക് ചെയ്യാം. 5 മിനിറ്റ്സിൽ നിങ്ങളുടെ എനർജി പറഞ്ഞു. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്താണ് ഈ ഒരു സമയത്ത് ഇവരെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്, ഇവരെക്കുറിച്ചിട്ട് ഫീൽ ചെയ്യുന്നത്? കറണ്ട് ഫീലിങ്സ് പ്ലീസ്. ഓക്കെ, ഫൈൻ. പാസ്റ്റ് ലൈഫ്സ്, ബ്രേക്ക് ത്രൂ. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തിയായിട്ട് എനിക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അതാണ് സ്റ്റിൽ എന്നെ ഈ ഒരു കണക്ഷനിലേക്ക് ഹോൾഡ് ഓൺ ചെയ്ത് വെക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇറ്റ്സ് എ ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ. ഇത് ഡിവൈനായിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു കണക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ദൈവം എനിക്ക് കൊണ്ട് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണിത്, അല്ലെങ്കിൽ ദൈവമായിട്ടാണ് ഈ ഒരു വ്യക്തിനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് അല്ല തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലൈക്ക് ഈ ഒരു വ്യക്തിനെ എനിക്ക് മുമ്പ് അറിയാം എന്നുള്ള രീതിക്കുള്ളൊരു എനർജി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഫീൽ ചെയ്യുന്നത്. ഒരു ഹോമി വൈബായിരിക്കും ഫീൽ ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ മദർ അല്ലെങ്കിൽ നിങ്ങളുടെ ഹോം എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരാൾ. ഒരു പക്ഷേ നിങ്ങൾ അധികം പരിചയം ഉണ്ടാവില്ല ഈ ഒരു വ്യക്തിനെ. ഒരു പക്ഷേ നിങ്ങളൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 7-8 മന്ത്സ് ഒക്കെ ആയിട്ടേ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ 1 ഇയർ ഒരു 8 മന്ത്സ് അത്രയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് പരിചയം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 1 ഇയർ അത്രയും എനർജി നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി അറിയുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 8 മന്ത്സിലൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുള്ളൂ. പക്ഷേ എന്നാലും നിങ്ങൾക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ് ഇവിടെ ഉണ്ടാവുന്നത് ആ ഒരു വ്യക്തിയോട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വ്യക്തിയോട് ഇത്രയും ആത്മബന്ധം വരുന്നത്. ഓക്കെ, സോ ഈ സെയിം കാര്യം തന്നെ ഈ ഒരു വ്യക്തിക്കും അറിയാം. നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫിൽ ഇതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വ്യക്തിയായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു എനർജി, ഇവർക്കും ആ ഒരു റിയലൈസേഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു കാര്യത്തെയൊക്കെ ഹൈഡ് ചെയ്യുകയും ഇതിനെയൊക്കെ സപ്രസ് ചെയ്യുകയും ചെയ്യുകയാണ്. ആ ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു ടൈമിൽ യൂണിവേഴ്സ് ഇവരുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഇവരുടെ ഇൻറ്റ്യൂഷൻ എല്ലാ കാര്യങ്ങളെയും പാസ്റ്റിൽ ഫ്യൂച്ചറിൽ നടക്കാനുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു കണക്ഷനിലുള്ള കാര്യങ്ങൾ ഇവർക്കറിയായിരിക്കും. പക്ഷേ ഇവർ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് നിങ്ങളുടെ അടുത്തുനിന്ന് വെക്കുന്നുണ്ടാവും. നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി സ്പിരിച്വൽ അല്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ സ്പിരിച്വൽ ആണെങ്കിൽ പോലും, എന്താണെങ്കിലും ഇവരുടെ ഇൻറ്റ്യൂട്ടീവ് പവർ വളരെ വലുതാണ്. ഇവർക്ക് ഇൻറ്റ്യൂഷൻ വളരെയധികം ഹൈ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് അറിയാൻ പറ്റും എന്താണ് സംഭവം. ശരിക്കും ഈ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഈ ഒരു സെപ്പറേഷൻ ഫേസിൽ നിൽക്കുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവരൊരു ഗോയിങ് വിത്ത് ഫ്ലോയിൽ പോവുകയാണ്. നോക്കാം എവിടെ വരെ പോകുമെന്ന് നോക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താകും എന്ന് നോക്കാം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു വ്യക്തിയുടെ ഇരിക്കുന്നത്. അപ്പം ഇപ്പം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു മേജർ ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷൻ ഫേസിനെ ഇവർ ശരിക്കും വിചാരിക്കുന്നത് എന്താണെങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ നിൽക്കുന്നത്. ലൈക്ക് ഇവർ സെൽഫ് ലവ് ചെയ്യുന്നു, ഇവരുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു, ഇവർ കൂടുതലായിട്ടും ഇവർക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണിത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വ്യക്തിയെ കണ്ടില്ലേ, ഈ ഒരു വ്യക്തി ഇവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആണ്. ഈ ഒരു പേഴ്സൺ കണ്ടില്ലേ സെൽഫ് ലവ് ചെയ്യുകയാണ്. ശരിക്കും അയാളുടെ കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആവുന്നു, അയാൾക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ഈ ഒരു ഇമേജിൽ. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയും ഇവർക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുകയാണ്. ശരിയാണ്, ഇൻസൈഡ് ഈ ഒരു വ്യക്തി വളരെയധികം സാഡാണ്. ആ ഒരു എനർജി ഇവർ ഭയങ്കരമായിട്ട് നിങ്ങളില്ലാത്ത ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു എനർജി, ആ ഒരു കുറവ് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്റ്റിൽ ഈ ഒരു വ്യക്തി വളരെയധികം എന്താ പറയുക, ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിലും ഭാവത്തിലുമാണ് നടക്കുന്നത്. എനിക്കിതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറ്റ് ദി സെയിം ടൈം തന്നെ ഇവർ ചിന്തിക്കുന്നുണ്ട് എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ തിരിച്ചു ചെല്ലാൻ വേണ്ടിയിട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് തിരിച്ചു ചെന്നാലോ എന്നുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിലുണ്ട്. പിന്നെ ഇവർ ചിന്തിക്കും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ഇതിലൊരു എൻഡിങ്സ് വേണം, അല്ലെങ്കിൽ എന്തായാലും ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം. സോ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ,
ഈ ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളിവിടെ 69 ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ടിൻ ഫ്ലെയിം ജേണിയിലായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്പിരിച്വൽ കണക്ഷനിലായിരിക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ ഇന്നേണിംഗ് ആൻഡ് ബാലൻസിൽ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കും. ഞാൻ ഓൾറെഡി തുടക്കത്തിലേ പറഞ്ഞു, ഈ ഒരു കാർഡ്സ് ഒന്നും വരാത്ത സമയത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ 100 കണക്കിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോഴും ഒരു നല്ല ഗുണം എന്തായാലും നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ കാണുന്നുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു 100 കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു നല്ല കാര്യം ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വരുന്നുണ്ടാവും. ഈ ഒരു കാര്യമാണ് നിങ്ങളെ ഈ ഒരു കണക്ഷനിലേക്ക് സ്റ്റേ ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഡിവൈൻ യൂണിയൻ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇൻ ആൻഡ് യാങ് യൂണിയൻ എന്താണ്? ഡിവൈൻ യൂണിയൻ ആണ്. സോ അർദ്ധനാരീശ്വര എനർജീസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ടിൻ ഫ്ലെയിം ആയിരിക്കാം, നിങ്ങളുടെ ടിൻ ഫ്ലെയിമുമായിട്ടായിരിക്കാം നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറൻസസ് ആണ്, നിങ്ങളുടെ സംസാരം രീതികൾ, നിങ്ങളുടെ എല്ലാം വളരെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി എന്നെ കഴിഞ്ഞു എത്ര ഡിഫറെൻ്റ് ആണ്. ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങൾ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതി, ഇതൊക്കെയും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, നിങ്ങൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം. സോ ഈ ഒരു വ്യക്തി ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരിക്കാം. നിങ്ങൾ വളരെയധികം നിങ്ങൾ ആക്ഷൻ അധികം പെട്ടെന്ന് എടുക്കുന്നുണ്ടാവില്ല, ആലോചിച്ച് കണ്ടിട്ടൊരു തീരുമാനിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. സോ നിങ്ങൾ തമ്മിൽ ഡിഫറൻസസ് ഇവിടെ ഉള്ളതായിട്ട് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എഗെയിൻ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു കാർഡ് ടിൻ ഫ്ലെയിമിൻ്റെ കാർഡ് തന്നെയാണ്. ഇത് കണ്ടില്ലേ? ഈ രണ്ട് വ്യക്തികളും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. പക്ഷേ എങ്കിൽ ഇവർ രണ്ടുപേരും കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഒരു യൂണിയൻ വരുന്നത്. സോ ഈ ഒരു യൂണിയൻ്റെ എനർജീസ് ആണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇവിടെ യൂണിയൻ അടുത്തിരിക്കുന്നുണ്ടാവും, പെർമനൻറ്റ് യൂണിയൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഇന്നർ യൂണിയൻ എടുക്കാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ടാവാം ടിൻ ഫ്ലെയിംസ് ആണെന്നുണ്ടെങ്കിൽ. ആ ഒരു എനർജീസ് എനിക്കിവിടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻ്റായിട്ട് ഇന്നർ യൂണിയനിന് വേണ്ടിയിട്ടുള്ള സയൻസ് സിങ്ക്രോണിസിറ്റീസ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ്സിലുള്ള ഡ്രീംസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും, തോട്ട്സുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടാവും. സോ ഈ ഒരു എനർജീസും എനിക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റീഡിങ്ങിൽ. സോ നിങ്ങൾ പറയുക, ഇപ്പോൾ ഇന്നർ യൂണിയനൊക്കെ എടുത്തിരിക്കുന്ന ട്വിൻ ഫ്ലെയിംസ് ഒക്കെ ആണ് ഈ റീഡിങ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് പറയുക. എനിക്കിതിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കുറച്ച് എനർജീസ് ആണ്, ലൈക്ക് അത് എല്ലാവർക്കും അല്ല, ഇത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്ന എനർജീസ് തന്നെയാണ് വരുന്നുള്ളത്. ലൈക്ക് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ ചിന്തിക്കുന്നുള്ളത്. അതായത് എത്രയൊക്കെ നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാണെങ്കിൽ പോലും നിങ്ങളില്ലാതെ ഈ ഒരു വ്യക്തിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലെങ്കിലും എങ്ങനെയെങ്കിലും ഒരു കോംപ്രമൈസിലേക്ക് വരണം, കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളൊരു തോട്ട്സിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നിന്നെപ്പോലെ ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്നെപ്പോലെ ഒരു വ്യക്തിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ഇങ്ങനൊരു വ്യക്തിനെ ആദ്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അത്രയ്ക്കും ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മനുഷ്യരിലും വെച്ചിട്ടും നീ വളരെയധികം വ്യത്യസ്തയാണ് അല്ലെങ്കിൽ വ്യത്യസ്തനാണ് എന്ന് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും വളരെ വ്യത്യസ്തനാണ് ഈ ഒരു വ്യക്തി, അല്ലെ വ്യത്യസ്തയാണ് ഈ ഒരു വ്യക്തി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അപ്പം ഇവിടെ എന്തായാലും ഒരു സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നുള്ളത്. ഈ ഒരു വ്യക്തിയും ഇതുവരെ ഒരു അവയർനെസ്സിലേക്ക് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് വന്നിട്ടില്ല, ഇവർ ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് തന്നെ ഇവിടെ ഒരു അവയർനെസ്സിലേക്ക് ഈ ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ്. ഒരു അവേക്കനിങ് ഫേസിലേക്ക് കൊണ്ടൊരു സോൾ അവേക്കനിങ്ങിൻ്റെ ലെവലിലേക്ക് വരികയാണ്. ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ഒരു സോളിനെ, ആ സോളിൻ്റെ ഇഷ്ടം എന്താണ്, അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്താണ് ആഗ്രഹിക്കുന്നത്, യൂണിവേഴ്സ് എന്താണ് ഗൈഡൻസ് ചെയ്യാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്താണ് ഗൈഡൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് ഈ ഒരു ടൈമിൽ. അപ്പോൾ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നിങ്ങൾ പോയി ട്രിഗർ ചെയ്യുന്നുണ്ടാവില്ല ഒട്ടും തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചേസ് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു വ്യക്തിയും സൈലൻ്റ് ആണ്. ഇപ്പം ഇവരും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ ഒരു പക്ഷെ നിങ്ങളും ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം. ഇതിൻ്റെ ഇൻ ഡെപ്തിൽ ഇതിന് എന്താണ് സംഭവം, ശരിക്കും ഇതിൻ്റെ ഇതിന് എത്രമാത്രം നിങ്ങളിൽ ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ശരിക്കും ഈ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ എന്താണ് മീൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ടൈം, അത് മനസ്സിലാക്കാനുള്ളൊരു ടൈമായിരിക്കും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവുക. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ഒരാക്കിൾ കാർഡ്സും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് എനർജിയിൽ ഒരു ഗൈഡൻസ് പ്ലീസ്. ഏഞ്ചൽസ് പ്ലീസ് ഗൈഡ് മീ. സി
സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് എന്നുള്ളൊരു കാർഡ്സാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. സോ ഈ ഒരു കണക്ഷനെ കുറിച്ചിട്ട്, ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവാണ് ചിന്തിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു കണക്ഷനിൽ നിന്നും ഈ ഒരു വ്യക്തിയിൽ നിന്നും അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുള്ളത്. നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിരിക്കും ഈ ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ നിങ്ങൾ ലൈക്ക് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. കോ ഡിപ്പെൻഡൻസി ഉണ്ടാവാം ഈ ഒരു വ്യക്തിക്ക്, നിങ്ങളോട് വല്ലാത്തൊരു കോ ഡിപ്പെൻഡൻസി ഈ ഒരു വ്യക്തിക്ക് ഉണ്ടാവും. ഒരു പക്ഷേ ആ ഒരു അഡിക്ഷൻസ് ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കായിരിക്കാം ആ ഒരു കോ ഡിപ്പെൻഡൻസി ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. എന്താണെങ്കിലും ഈ ഒരു കണക്ഷനിൽ ഒരാൾക്ക് കോ ഡിപ്പെൻഡൻസി ഉണ്ട്. സോ എപ്പോഴും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു വ്യക്തിനെ. ദിസ് കുഡ് ബി ദ വൺ. ഇപ്പം നിങ്ങൾ ആർക്കെങ്കിലും ക്ലിയർ സൈൻ ഉണ്ടാവും, ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ലവ് ആണോ ഈ ഒരു വ്യക്തി, ഇവർ നിങ്ങളുടെ ട്രൂ പാർട്ട്ണർ ആണോ, ഇവരാണോ നിങ്ങളുടെ സോൾമേറ്റ് എന്ന് നിങ്ങൾക്ക് അറിയണം. ഡെസ്റ്റിൻഡ് ആണോ ഈ ഒരു വ്യക്തി, അതോ ഇതൊരു ലെസൺ ആണോ എന്നുള്ള രീതിക്കൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല ആർക്കോ ഈ റീഡിംഗ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിനൊരു ക്ലാരിറ്റി വേണം. ഒരു പക്ഷേ ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കാണുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി ടാരോട്ട് റീഡിങ്സ് കണ്ടിട്ടുണ്ടാവാം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗൈഡൻസ് കിട്ടണമെന്ന് നിങ്ങളോട് തന്നെ ഗൈഡൻസ് ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ യൂണിവേഴ്സിന്. എന്താണെങ്കിലും യു ഹാവ് ഓൾറെഡി മീറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ സോൾമേറ്റ്, അല്ലെങ്കിൽ ഇതൊരിക്കലും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ലെസൺ അല്ല. പക്ഷേ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്കിതൊരു ലെസൺ പോലെ ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ട്രോമാസിനെ ഒരു വ്യക്തി ട്രിഗർ ചെയ്യുന്നുണ്ടാവും. ഒരു പക്ഷേ ടിൻ ഫ്ലെയിംസ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രോമാസിനെ ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടാവുക. കാരണം അവരുടെ പർപ്പസേ ഇത് തന്നെയാണ്, അല്ലേ? അപ്പോൾ ആ ഒരു കർമാസിനെയൊക്കെ നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ കർമാസിനെ ക്ലിയർ ചെയ്താലേ ഈ ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഒരുമിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു പാസ്റ്റ് ലൈഫിനെ ആ ഒരു കർമാസിനെ ക്ലിയർ ചെയ്യാനായിട്ടാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിഗർ ചെയ്യുന്നതും ടോക്സിക് ആയിട്ടുള്ള വെയിൽ ട്രീറ്റ് ചെയ്യുന്നതും. അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ കുറിച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഇൻഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതായിട്ടിരുന്നിട്ട് ആ ഉള്ളൊരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഷിഫ്റ്റ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഒത്തിരി അധികം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എൻ്റർ ആയതിനു ശേഷം നിങ്ങൾ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളുടെ ക്യാരക്ടർ എല്ലാമേ ചേഞ്ച് ആയിട്ടുണ്ടാവും. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ ആയിട്ടുണ്ടാവാം. അപ്പം ഈ ഒരു വ്യക്തി വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് യുവർ സോൾമേറ്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആണ്, ഇതൊരു ഡെസ്റ്റിൻഡ് പാർട്ട്ണറാണ്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ദിസ് കുഡ് ബി ദ വൺ. ഈ ഒരു കാർഡ്സ് നിങ്ങളുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാവാം. ടിൻ ഫ്ലെയിമും സോൾമേറ്റ്സും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നാൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ടാവും. നിങ്ങളുടെ തിങ്കിങ്സിലായിരിക്കാം, നിങ്ങളുടെ ഒരു ഫിയറിനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടാവും, അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നുണ്ടാവും. നിങ്ങൾ ചേഞ്ച് ആവാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഓക്കെ, നിങ്ങൾക്ക് ചേഞ്ചസ് വരുന്നില്ല, നിങ്ങളെ ഭയങ്കരമായിട്ടും ടോക്സിക് ആയിട്ടുള്ള വേയിൽ നിങ്ങളെ മെൻ്റൽ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾക്ക് ഇതിൽ നിൽക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇതിൻ്റെ എനർജി സക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യുകയാണ് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് കുഡ് ബി ദ വൺ എന്നുള്ളൊരു കാർഡ് നിങ്ങൾക്കുള്ളതല്ല കേട്ടോ. സോ നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ സ്പിരിച്വൽ കണക്ഷൻസ് ഒക്കെ എപ്പോഴും ലെസൺ ലേൺ ചെയ്യിപ്പിച്ച് നിങ്ങളെ എനർജി ഷിഫ്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങളെ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ മറന്നു പോയിട്ടുള്ള കർമ്മങ്ങളെ ചിന്തിപ്പിച്ച് അവർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. സോ ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എപ്പോഴും വളരെ ടോക്സിക് ആയിട്ടുള്ള നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ഒരു കണക്ഷനിൽ നിൽക്കാൻ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പോയാൽ മതി എന്നുള്ളൊരു തോട്ട്സ് ആയിരിക്കാം. നിങ്ങളെ ഭയങ്കരമായിട്ടും മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ടോക്സിക് ആയിട്ടുള്ള കണക്ഷൻസിന് വേണ്ടിയിട്ടുള്ള റീഡിങ്സേ അല്ല ഈ ഒരു കാർഡ്സും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ദിസ് കുഡ് ബി ദി വൺ എന്നുള്ളൊരു കാർഡ്. നിങ്ങളുടെ പാർട്ട്ണർ വളരെ ടോക്സിക് ആണ്, നിങ്ങളെ വളരെ മോശമായിട്ടുള്ള ഫിസിക്കലിയൊക്കെ നിങ്ങളെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളതുപോലെ അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അതാണ് ഈ ടോക്സിക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. സോ ആ ഒരു ടോക്സിക് എനർജീസിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൺ അല്ല. സോ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് നിങ്ങളുടെ സോൾമേറ്റ് ആവാം, ടിൻ ഫ്ലെയിം ആവാം, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ആവാം, എന്താണോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ആണെന്ന്. ഞാൻ ഈ ഒരു റീഡിങ്സിൻ്റെ തരേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും ക്ലാരിറ്റിയുടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നോ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. നിങ്ങളുടെ സോള് പറയുന്നുണ്ടാവാം. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റിംഗ് വളരെയധികം വോർത്തായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് ആഗ്രഹിക്കുന്ന സമയത്തായിരിക്കും
നടക്കുന്നുണ്ടാവുക. അല്ലാതെ നിങ്ങൾ എടുത്ത് ചാടി എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം വേണം നാളെ വേണം എന്നൊക്കെ വിചാരിച്ചാൽ ഇവിടെ നടക്കുന്നുണ്ടാവില്ല. ഓക്കെ, സോ എനിക്കതാണ് ഇവിടെ ഫീൽ ചെയ്തിട്ടുള്ളത്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് DM ചെയ്യാം. ഓക്കെ, താങ്ക് യു.